നമസ്കാരം. അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് സ്റ്റോറീസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഒക്ടോബർ 20 വൈകുന്നേരം 4 മണിക്ക് മംഗോളിയ എന്ന സ്റ്റീമറിലെ യാത്രക്കാരെല്ലാം ബോംബെ പോർട്ടിലിറങ്ങി. ഫിലിസ് ഫോഗ് ചീട്ടുകളി കമ്പനിയോടൊക്കെ യാത്ര പറഞ്ഞു. പാസ്പോർട്ടുവിനെ വിളിച്ച് അടുത്ത സെഷനിലേക്കുള്ള, അതായത് കൽക്കട്ട വരെ യാത്രയ്ക്കുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ ഏർപ്പാട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു എൻക്വയറിയെ കഴിഞ്ഞ് നേരെ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ ബോംബെ നഗരം ആകെ ആഘോഷ ലഹരിയിലുള്ള സമയമാണ്. നമുക്കറിയാം, ഒക്ടോബർ പകുതി കഴിഞ്ഞുള്ള ഒരു സമയം എന്ന് പറയുമ്പോൾ ദീപാവലി, അങ്ങനെ പല ആഘോഷങ്ങളുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരം പല പ്രത്യേക പരിപാടികളും നടക്കുന്നുണ്ട്. പക്ഷേ ഫിലിസ് ഫോഗ് അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. വാസ്തവത്തിൽ അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്നു പറയാൻ പറ്റില്ല. അദ്ദേഹം ജസ്റ്റ് ഒന്ന് സഞ്ചരിക്കുന്നു, ഇടം വലം നോട്ടമില്ല. നേരെ പാസ്പോർട്ട് ഓഫീസിലെത്തി, പാസ്പോർട്ട് സീൽ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി. ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും ഇംഗ്ലീഷുകാർക്ക് ഒരു പ്രത്യേക ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകാരൻ പ്രത്യേകമൊക്കെ സ്വീകരിച്ചിരുത്തി ഭക്ഷണവും അതിനോടൊപ്പം ഒരു പ്രത്യേക ഇറച്ചിക്കറിയെ കൊണ്ടുവച്ചു. ഫിലിസ് ഫോഗ് അതിലൊരു കഷ്ണം എടുത്ത് കഴിച്ചതിന് ശേഷം ഹോട്ടലുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ ഇറച്ചിയാ? അത് കാട്ടുമുയലാണ് സാർ. ഫിലിസ് ഫോഗ് അയാളെ ഒന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, ഇത് കൊല്ലുന്ന സമയത്ത് മ്യാവൂന്ന് കരഞ്ഞിരുന്നോ? ഹോട്ടലുകാരന് മനസ്സിലായി തട്ടിപ്പ് പിടിക്കപ്പെട്ടു എന്ന്. കാരണം അത് വാസ്തവത്തിൽ പൂച്ചയിറച്ചിയായിരുന്നു. ഹോട്ടലുകാരൻ ഒന്ന് ഉരുണ്ട് കളിക്കാൻ നോക്കി. അയാള്, സാറ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ പറയായിരുന്നു, പണ്ട് ഈ പൂച്ചകളെ കൊല്ലുന്നത് ഇന്ത്യയിൽ പാപമായി കരുതിയിരുന്നു. അതെ സാർ, അതൊരു നല്ല കാലമായിരുന്നു. ആർക്ക്? പൂച്ചകൾക്കോ? പൂച്ചകൾക്കും ഞങ്ങൾ യാത്രക്കാർക്കും. ഭക്ഷണം കഴിച്ച് ബില്ല് പേ ചെയ്ത് പിന്നെ രക്ഷപ്പെട്ട ബഹളം വയ്ക്കുക അങ്ങനത്തെ സ്വഭാവം ഇല്ലാത്ത ആളായതുകൊണ്ട് ഹോട്ടലുകാരൻ രക്ഷപ്പെട്ടു. ഫിലിസ് ഫോഗ് 2 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറി. ആ സമയത്ത് അതിൻ്റെ അകത്ത് ചീട്ടുകളി സംഘത്തിലുണ്ടായിരുന്ന മിലിറ്ററി ഓഫീസർ സർ ഫ്രാൻസിസ് ഇരിക്കുന്നുണ്ട്. ഫിലിസ് ഫോഗ് അദ്ദേഹത്തെ ഒന്ന് ചോദ്യഭാവത്തിൽ നോക്കി. ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചൊന്നുമില്ല. പക്ഷേ ഫ്രാൻസിസിന് കാര്യം മനസ്സിലായി. കാരണം അദ്ദേഹം ബോംബെയിലേക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഫിലിസ് ഫോഗിൻ്റെ സ്വഭാവവും അദ്ദേഹം അതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ആരോടും അങ്ങോട്ട് കയറി ഒന്നും കഴിയുന്നതും സംസാരിക്കില്ല. ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് ഒന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹം ഫിലിസ് ഫോഗിനോട് പറഞ്ഞു, ബോംബെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എൻ്റെ അടുത്ത് ബനാറസിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ഓഫീസിൽ ചില ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഫിലിസ് ഫോഗ് ഒന്ന് തലയാട്ടി, കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഏതാനും സീറ്റുകൾക്ക് അപ്പുറത്ത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഫിക്സും ഇരിപ്പുണ്ട്. അദ്ദേഹം മംഗോളിയയിൽ നിന്ന് ഇറങ്ങി നേരെ ഓടിയത് ബോംബെ പോലീസ് ചീഫിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ എത്തി ടെലഗ്രാമിൽ വാറണ്ട് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ല. അദ്ദേഹം കാര്യങ്ങളൊക്കെ ബോംബെ പോലീസ് ചീഫിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സാർ, താങ്കൾ എനിക്കൊരു വാറണ്ട് എഴുതി തരാമോ? എന്നാൽ ഞാൻ ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാം. ബോംബെ പോലീസ് ചീഫ് പറഞ്ഞു, അത് എനിക്ക് പറ്റില്ല. കാരണം അത് ലണ്ടനിൽ നടന്ന ക്രൈമാണ്. അതിന് ഇവിടെ നിന്ന് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ലണ്ടൻ പോലീസ് ചീഫ് തന്നെ വാറണ്ട് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ആ പ്രതീക്ഷയും വാങ്ങി ടിറ്റി ഫിക്സ് നേരെ അടുത്ത ടെലഗ്രാഫ് ഓഫീസിലെത്തി. വാറണ്ട് കൽക്കട്ടയ്ക്ക് അയക്കാൻ ടെലഗ്രാം അടിച്ചേച്ച് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പാസ്പോർട്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ ഫിലിസ് ഫോഗിനെ പോലെയല്ല, അദ്ദേഹം പരിസരമൊക്കെ വീക്ഷിച്ച് ആഘോഷത്തിൻ്റെ ഓരോ വർണ്ണപ്പകിട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്ക് പോക്കറ്റിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ പോക്കറ്റ് വാച്ച് എടുക്കും, സമയം നോക്കും. പക്ഷെ അതിൽ സമയം നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത് ലണ്ടൻ ടൈമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാറ്റാൻ അദ്ദേഹം തയ്യാറുമല്ല. അതിനുശേഷം അത് പോക്കറ്റിലിട്ടുള്ള ആരോടെങ്കിലും സമയം ചോദിക്കും. അപ്പോൾ സമയമുണ്ട്. 8 മണിക്കാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കുറച്ച് മുമ്പ് അവിടെ എത്തണം എന്ന് ഫിലിസ് ഫോഗ് പറഞ്ഞിട്ടുണ്ട്. വൈകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും സമയമുണ്ട്. അങ്ങനെ നടന്ന് പാസ്പോർട്ട് ഒരു ആഘോഷം നടക്കുന്ന അമ്പലത്തിൻ്റെ അകത്തേക്ക് എന്ന് കയറി. അവിടെ ഒരു പ്രത്യേക പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റും ധാരാളം ദീപങ്ങളൊക്കെ തെളിച്ചിട്ടുണ്ട്. എല്ലാം കണ്ട് ആസ്വദിച്ച് പാസ്പോർട്ട് വരെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് 2-3 പൂജാരികൾ പാസ്പോർട്ടിൻ്റെ മേലെ ചാടി വീഴുന്നു, അടിക്കുന്നു, മറിച്ചിടുന്നു. കാലിൽ നിന്ന് അയാളുടെ ഷൂ ഒക്കെ വലിച്ചെടുത്ത് എറിയുന്നു. പാസ്പോർട്ടിനൊന്നും മനസ്സിലായില്ല. അയാൾ ഫ്രാൻസും ഇംഗ്ലണ്ടും അല്ലാണ്ട് ഒരു സ്ഥലത്ത് യാത്ര ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു അമ്പലത്തിലേക്ക് കയറുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അയാൾക്ക് അറിയില്ല.
ഇംഗ്ലീഷും ഫ്രഞ്ചും അല്ലാതെ ഒരു ഭാഷ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇവർ പറയുന്നത്, എന്തിനാണ് അടിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും കുറച്ച് അടിയെ കിട്ടി. പിന്നെ ഈ പസ്പട്ടു എന്ന് പറഞ്ഞാൽ വളരെ ശാരീരിക ശക്തിയുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ചാടി എണീറ്റു, എതിരാളികളെ 3 പൂജാരികളെയും അടിച്ചു വീഴ്ത്തി. പക്ഷെ അപ്പോഴേക്കും അയാൾ ശ്രദ്ധിച്ചു, കൂടുതൽ ആൾക്കാർ അയാളുടെ നേരെ പാഞ്ഞു വരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു ഓട്ടം ഓടി. അല്പനേരത്തിനകം പുറത്തിറങ്ങി ആൾക്കൂട്ടത്തിനിടയിൽ മറിഞ്ഞതുകൊണ്ട് കൂടുതൽ പരിക്കുകളൊന്നും പറ്റാതെ പസ്പട്ടു രക്ഷപ്പെട്ടു. 7:55 ആയപ്പോൾ ട്രെയിനിൻ്റെ അടുത്തെത്തി. അകത്ത് കയറി. ഫിലിസ് ഫോഗ് കണ്ടു. ഒരു ചോദ്യഭാവത്തിലും നോക്കി. കാരണം ഡ്രസ്സും ഇല്ല, അങ്ങോട്ട് പോയ വേഷമൊക്കെ ആകെ വലഞ്ഞിട്ടുണ്ട്, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കീറിയിട്ടുണ്ട്, കാലിൽ ഷൂസ് ഇല്ല. പസ്പട്ടു അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ശാന്തനായിട്ട് ഫിലിസ് ഫോഗ് പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കരുത്. എല്ലാം അതേപോലെ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു നമ്മുടെ മിലിറ്ററി ഓഫീസർ ഫ്രാൻസിസും അതുകൂടെ ഡിറ്റക്റ്റീവ് ഫിക്സും. ഡിറ്റക്റ്റീവ് ഫിക്സ് പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് ആ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യം 8 മണിക്ക് ട്രെയിൻ എടുത്തു. കാരണം അന്ന് ബ്രിട്ടീഷുകാരാണുള്ളത് കോപ്പറേറ്റ് ചെയ്യുന്നത്, എല്ലാം പങ്ക്ച്വലായിരിക്കും. ട്രെയിൻ മുന്നോട്ട് നീങ്ങി ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് താനെ ജില്ലയിലെ കല്യാൺ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ മിലിറ്ററി ഓഫീസർ ഫ്രാൻസിസ് പറഞ്ഞു, കുറച്ചു കാലം മുമ്പത്തെ ഒരു സ്ഥിതി വെച്ച് നിങ്ങളുടെ ബെറ്റ് നിങ്ങൾ തോറ്റുപോയാണ്. ഫിലിസ് ഫോഗ് ഒരു ചോദ്യഭാവത്തിൽ ഫ്രാൻസിസ് നോക്കിയോ. ഫ്രാൻസിസ് പറഞ്ഞു, അതായത് ഈ കല്യാൺ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഹിൽ ഏരിയയാണ്. ആ ഹിൽ ഏരിയയിൽ അടുത്ത കാലത്താണ് റെയിൽവേ ലൈൻ വന്നത്. അതിനു മുമ്പുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്യാൺ സ്റ്റേഷനിൽ ആൾക്കാർ ഇറക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ പല്ലക്കിലോ കയറ്റി ആ മലയുടെ അപ്പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് ലൈൻ കണ്ടിന്യൂ ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഫ്രാൻസിസ് പറഞ്ഞു. ഫിലിസ് ഫോഗ് ചോദിച്ചു, അതിന് ഏകദേശം എത്ര സമയം എടുക്കും? ഒരു 5-6 മണിക്കൂർ. അത് കാര്യമില്ല, ഞാനിപ്പോൾ തന്നെ 2 ദിവസം നേരത്തെയാണ്. ഇതിനിടെ നമ്മുടെ പസ്പട്ടു നല്ല ഉറക്കം തുടങ്ങി. കാരണം ഫൈറ്റിൻ്റെ ക്ഷീണം, ഓടിയതിൻ്റെ ക്ഷീണം എല്ലാം ഉണ്ടല്ലോ. ആ സമയത്ത് ഓഫീസർ ഫ്രാൻസിസ് പറഞ്ഞു, പിന്നൊരു കാര്യം, ഇയാൾ ചെയ്തത് ഒരു ക്രിമിനൽ ഒഫൻസാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രത്യേക നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളുടെയും അതുപോലെ മറ്റ് ആരാധനാലയങ്ങളിലും അന്യമതസ്ഥർ കയറി യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന് വളരെ കഠിനമായ ശിക്ഷയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ ആ സമയത്ത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ താങ്കളുടെ യാത്ര മുടങ്ങിപ്പോയാണ്. ഫിലിസ് ഫോഗ് വളരെ കൂളായിട്ട് പറഞ്ഞു, അയാളെ പോലീസിൻ്റെ കൈ കിട്ടിയതിന് എൻ്റെ യാത്ര എന്തിനാണ് മുടങ്ങുന്നത്? അയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കും, അവിടെ നിന്ന് ജയിലിൽ പോകും. ജയിലിൽ നിന്ന് അയാൾ തിരിച്ച് ലണ്ടനിലേക്ക് പൊക്കോളും, ഞാൻ എൻ്റെ യാത്ര തുടരും. ഫ്രാൻസിസ് ആലോചിച്ചു, ഇത് എന്തൊരു മനുഷ്യനപ്പാ, സ്വന്തം സഹചാരി പോലീസ് പിടിച്ചാൽ അയാൾ പൊക്കോളും, ഞാൻ എൻ്റെ യാത്ര തുടരും. നേരം പുലരാവാറായപ്പോൾ പസ്പട്ടു ഉണർന്നു. അപ്പോൾ പെട്ടെന്ന് സ്ഥലകാലബോധമില്ല. അദ്ദേഹം വിൻഡോയിലൂടെ പുറത്തു നോക്കുമ്പോൾ കാണുന്നത് ഓടിപ്പോകുന്നൊരു കടുവയാണ്. കാരണം കാട്ടിൻ്റെ അടുക്കൂടെയാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത്. ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് അതിൻ്റെ അടുത്ത് നിന്നിരുന്നൊരു കടുവ ഓടിപ്പോവുകയാണ്. മരത്തിലൊക്കെ ധാരാളം വാനരന്മാരും അതേപോലെ പേടിച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്നാണ് പസ്പട്ടുവിന് സ്ഥലകാലബോധം വരുന്നത്. ട്രെയിനിൻ്റെ അകത്താണെന്നും മുതലാളിയുടെ കൂടെ ലോകം ചുറ്റിയുള്ള യാത്രയിലാണെന്നും എല്ലാം പസ്പട്ടു ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മിച്ചു. വാസ്തവത്തിൽ ബോംബെയിലെത്തുന്നവരെ പസ്പട്ടുവിൻ്റെ വിചാരം അവിടെ നിന്ന് തിരിച്ചു പോകും. എല്ലാം ഫിലിസ് ഫോഗിൻ്റെ ഒരു തമാശയാണ്. പ്രത്യേകിച്ച് തമാശയൊന്നും പറയുന്നതും കാണിക്കുന്നതുമായ ഒരാളല്ലെങ്കിലും പസ്പട്ടുവിൻ്റെ ഒരു ചിന്ത അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായാലും ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ പസ്പട്ടു തീരുമാനിച്ചു, ഇനി എന്തായാലും ഒരു മടക്കയാത്ര ഉണ്ടാവില്ല. അയാൾ കൂടുതൽ ചിന്തകളിലും മുഴുകി. യജമാനന് അത് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ പറഞ്ഞ സമയം കൊണ്ട്, അതോ 20,000 പൗണ്ട് നഷ്ടപ്പെടുമോ, ഇനി യാത്ര കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പസ്പട്ടു അങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് സ്റ്റേഷനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഭാഗത്ത് ട്രെയിൻ നിന്നു. ടിക്കറ്റ് എക്സാമിനർ ഓരോ കമ്പാർട്ട്മെൻറ്റിലും കയറി പറഞ്ഞു, ശരി എല്ലാവരും ഇറങ്ങിക്കോളൂ. ഫിലിസ് ഫോഗിൻ്റെ കമ്പാർട്ട്മെൻറ്റിലും അറിയിപ്പ് കിട്ടി ഇറങ്ങാൻ. പെട്ടെന്ന് നമ്മുടെ മിലിറ്ററി ഓഫീസർ ചോദിച്ചു, അതിനവിടെ ഇറങ്ങുന്നത്? ടി പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരത്തേക്ക് റെയിലില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദൂരം നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ യാത്ര ചെയ്ത് അവിടെ എത്തി അപ്പുറത്ത് അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ട്രെയിൻ കയറണം. ഫിലിസ് ഫോഗ് ശാന്തനായിട്ട് ചോദിച്ചു, അപ്പോൾ ഈ പേപ്പറിലൊക്കെ വാർത്തയുണ്ടല്ലോ ഈ ലൈന് കംപ്ലീറ്റ് ആയി 3 ദിവസം കൊണ്ട് കൽക്കട്ട എത്തുന്നു.
TTE പറഞ്ഞു, അത് സാർ പത്രങ്ങളൊക്കെ സെൻസേഷൻ ന്യൂസിന് വേണ്ടിയാണല്ലോ ശ്രമിക്കുന്നത്, ഇന്നത്തെ പോലെ തന്നെ അന്നും അതിന് വലിയ മാറ്റമൊന്നുമില്ല. വീണ്ടും മിലിറ്ററി ഓഫീസർ ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു, അപ്പോൾ നിങ്ങളെന്തിനാ കൽക്കട്ട വരെ ട്രെയിൻ ടിക്കറ്റൊക്കെ വാങ്ങിക്കുന്നത്? TTE വളരെ ശാന്തനായി പറഞ്ഞു, അതല്ല സാർ, അത് എല്ലാവർക്കും അറിയാം, പതിവായിട്ട് യാത്ര ചെയ്യുന്നവരാണ് ഈ ട്രെയിനിൽ 99%. അവർക്ക് കാര്യങ്ങൾ അറിയും, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് ഫിലിസ് ഫോഗ് മിലിറ്ററി ഓഫീസറുടെ തോളത്തൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു, ദേഷ്യപ്പെടണ്ട, നമുക്ക് പോകാനുള്ള മറ്റൊരു വഴി കണ്ടുപിടിക്കണം. അവർ പുറത്തിറങ്ങി. പസ്പെർട്ടൂവിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ രാവിലെ തൊട്ട് യജമാനൻ്റെ യാത്ര എങ്ങനെ സമയത്തിന് തീർക്കാം എന്ന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് പസ്പെർട്ടു ആണല്ലോ. പസ്പെർട്ടു പറഞ്ഞു, സാർ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പരിസരമൊക്കെ നോക്കിയിട്ട് വരാം. അല്പം കഴിഞ്ഞ് പസ്പെർട്ടു തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വാഹനമേ ഉള്ളൂ. ഫിലിസ് ഫോഗ് ഒരു ചോദ്യഭാഗത്തിൽ നോക്കി, ഒരു ആന. മിലിറ്ററി ഓഫീസർ ചോദിച്ചു, ആനയോ? അതെ, സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് പോകുന്ന ഒരുപാട് കുതിരയും കുതിരവണ്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇപ്പോൾ മുൻകൂട്ടി അറിയാവുന്നവരൊക്കെ പൊക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ നമുക്ക് ഇവിടെ അടുത്തൊരു വീട്ടിലൊരു ആനയുണ്ട്, ആ ആനയെ കിട്ടിയാൽ നമുക്കതിൽ പോവാം. അതോടെ എല്ലാവരും ആന മുതലാളിയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ മുറ്റത്ത് തന്നെ ഒരു കൊമ്പനാനയെ കെട്ടിയിട്ടിട്ടുണ്ട്. ഫിലിസ് ഫോഗ് അവിടെ ചെന്നു, അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു. പ്രധാനമായിട്ട് ആംഗ്യ ഭാഷ, അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല, ഫിലിസ് ഫോഗിന് ഇന്ത്യൻ ഭാഷ അറിയില്ല. മിലിറ്ററി ഓഫീസർ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഭാഗങ്ങളിൽ നമ്മുടെ അധികാരപരിധി അല്ല, ഇവിടെയൊക്കെ ചില നാട്ടുരാജാക്കന്മാരാണ് ഭരണം, അതുകൊണ്ട് ഇവിടെ നമുക്കത്ര വലിയ റെസ്പെക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, കുറച്ചൊക്കെ അവർ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ. അങ്ങനെ ഫിലിസ് ഫോഗ് എഴുതുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അലഹബാദ് വരെ എത്തിക്കാൻ 80 കിലോമീറ്റർ ദൂരം അവരെ എത്തിക്കാൻ ആനയെ വേണം. 1 മണിക്കൂറിന് 1 പൗണ്ട് വെച്ച് കൊടുക്കും. ആനക്കാരൻ സമ്മതിക്കില്ല. അങ്ങനെ അത് മണിക്കൂറിന് 12 പൗണ്ട് വരെ ഫിലിസ് ഫോഗ് ഓഫർ ചെയ്തു. ആനക്കാരൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ആ സമയത്ത് ഇവിടെ പസ്പെർട്ടു കണക്ക് കൂട്ടുകയാണ്, 1 മണിക്കൂറിന് 12 പൗണ്ട്, 50 മണിക്കൂർ എടുത്താൽ 600 പൗണ്ട് കൊടുക്കണം. പക്ഷേ എത്ര പൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും ആനക്കാരൻ സമ്മതിക്കില്ല. അതോടെ ഫിലിസ് ഫോഗ് പ്ലേറ്റ് ഒന്ന് മാറ്റി, ആനയെ കൊടുക്കുന്നോ 1000 പൗണ്ട് വരാം. 1000 പൗണ്ടെന്ന് കേട്ടപ്പോഴും അയാൾക്ക് തോന്നി ഇനിയും കൂടുതൽ കിട്ടും. അങ്ങനെ 1000, 1200 1500 1800 അവസാനം 2000 പൗണ്ടിന് ആനയെ ഫിലിസ് ഫോഗ് വിലയ്ക്ക് വാങ്ങി. ഈ കച്ചവടം മുഴുവൻ നോക്കിക്കൊണ്ട് സൈഡിൽ വേറൊരാൾ നിൽപ്പുണ്ട്, ആ ആനയുടെ പാപ്പാൻ. കാരണം ആനയെ കൊടുത്താൽ പിന്നെ അയാൾക്ക് തൊഴിലില്ലല്ലോ, അയാളങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആനയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഫിലിസ് ഫോഗ് തിരിഞ്ഞ് ആനപ്പാപ്പാനാണെന്ന് അയാൾക്ക് അതിനകം മനസ്സിലാക്കിയിരുന്നു. ചോദിച്ചു, ഞങ്ങൾ താങ്കൾക്ക് അലഹാബാദ് എത്തിക്കാവോ? എത്തിക്കാം. വളരെ സന്തോഷത്തോടെ ആനപ്പാപ്പാൻ ദൗത്യം ഏറ്റെടുത്തു. കാരണം തൊഴിലില്ലാതാവുകയാണല്ലോ, ഇപ്പം എന്തായാലും തൽക്കാലം ഒരു ജോലി കിട്ടി. അങ്ങനെ ആനപ്പുറത്ത് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആനപ്പാപ്പാൻ റെഡിയാക്കി. അവർ 3 പേരും ആനപ്പുറത്ത് കയറി. ആനയുടെ കഴുത്തിന് മുകളിലായിട്ട് പാപ്പാനും കയറി ഇരിപ്പായി. ആന മുന്നോട്ട് നടന്നു. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെയൊക്കെ വഴിയിൽ റെയിൽവേ ലൈനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനപ്പാപ്പാൻ കാട്ടിനകത്തേക്ക് ആനയെ വിട്ടു. ഈ വഴി പോകുമ്പോൾ ഒരു 20 കിലോമീറ്റർ ലാഭമുണ്ട്. രണ്ടാമത്തെ കാര്യം, ആന വെയിലത്തോട് നടക്കാൻ തീരെ ഇഷ്ടപ്പെടാത്തൊരു ജീവിയാണ്. കാട്ടിൻ്റെ അകത്തോട് നടക്കുന്നതാണ് അതിന് സുഖം. അതുകൊണ്ട് നമുക്ക് ഈ വഴി പോകാം. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യനേക്കാൾ ബുദ്ധി 1.5 നൂറ്റാണ്ട് മുമ്പ് ആനക്കാരനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും അദ്ദേഹം കാട്ടിൻ്റെ ഒന്നുകൂടി ഉള്ളിലേക്കൊക്കെ ആനയെ നയിക്കും. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ കാട്ടിൻ്റെ അകത്ത് പല ഭാഗത്തും ഈ ചില ആദിവാസി ഗോത്രങ്ങളൊക്കെ ഉണ്ട്, അവരെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അത് ഒഴിവാക്കുന്നതിനാണ് മാറിപ്പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആന അങ്ങ് നിന്നു. മിലിറ്ററി ഓഫീസർ പാപ്പാനോട് ചോദിച്ചു, എന്താ കാര്യം? എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് ദേശം ഉള്ളിലോട്ട് മാറി നിൽക്കാം. ദേശം ഉൾക്കാട്ടിൻ്റെ അകത്തോട്ട് മരങ്ങളുടെ മറവിലേക്ക് അവർ മാറി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഘോഷയാത്ര ആ കാട്ടുവഴി കൂടെ വരികയാണ്. ഒരുപാട് പൂജാരികൾ, അതിൻ്റെ പുറകെ ഒരു രഥം, ആ രഥത്തിൽ ഭദ്രകാളിയുടെ ഒരു പ്രതിമയുണ്ട്, അതിൽ മാലയൊക്കെ ചാർത്തി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന് പുറകെ കുറേ പടയാളികൾ വാളും കുന്തും ഒക്കെ ആയിട്ടുണ്ട്. അതിന് നടുക്ക് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. അവരിങ്ങനെ നോക്കി ആ കാട്ടിൻ്റെ അകത്ത് നിന്ന് അവരിതെല്ലാം വീക്ഷിക്കുകയാണ്. ഘോഷയാത്ര അങ്ങനെ മെല്ലെ നടന്നുപോയി. എല്ലാവരും വളരെ ആഘോഷത്തോടെ ചാടിത്തുള്ളലും ഒക്കെയാണ്. നമ്മുടെ മിലിറ്ററി ഓഫീസർ മെല്ലെ
പാപ്പാനോട് ചോദിച്ചു, സതിയല്ലേ? അതെ സാർ. ഫിലിസ് ഫോഗ് ആശ്ചര്യത്തോടെ, സതിയോ? അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ചില്ലേ? പറഞ്ഞല്ലോ, ഇവിടെയൊന്നും ബ്രിട്ടീഷ് ഭരണത്തിലല്ല, അതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും അത് പഴയ പോലെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇത് നിരോധിച്ച ഭാഗത്ത് തന്നെ പല സ്ത്രീകളും ഇത് വില്ലിംഗ് ആയിട്ട് വരുന്നു. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്ക് നേരിട്ടറിയാം. ഒരു ദിവസം ഗവർണറുടെ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോൾ അവിടെ ഗവർണറെ നേരിട്ട് കണ്ട് സതി അനുഷ്ഠിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഒരു ലേഡി വന്നിരുന്നു. ഫിലിസ് ഫോഗ് അങ്ങനെ അതുവരെയുള്ള നിസ്സംഗ ഭാവമൊക്കെ അദ്ദേഹത്തിന് മാറി. ആശ്ചര്യത്തോടെ അദ്ദേഹം ചെയ്യും. എന്നിട്ട് ഗവർണർ അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഫിണറൽ കഴിയുന്നവരെ അവരെ ജയിലിലടച്ചു. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അനുവാദമില്ലാതെ തന്നെ അവർ ചെയ്തു എന്ന് വരും. പെട്ടെന്ന് ഇവിടെ പാപ്പാൻ പറഞ്ഞു, പക്ഷേ ഇതങ്ങനെയല്ല സാർ, ഇത് കുട്ടിയുടെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത്. അതെന്താ? അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ മരിച്ചത് ഇവിടുത്തെ ഒരു രാജാവാണ്. വളരെ പ്രായമായി കഴിഞ്ഞാണ് അയാളുടെ ഒരു ഭാര്യ മരിച്ചപ്പോൾ പകരം ഈ കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ പ്രായമായ മനുഷ്യൻ ഇപ്പം മരിച്ചു. ഇനി അയാളോടൊപ്പം ഈ കൊച്ചു പെൺകുട്ടിയോട് മരിക്കണം എന്നുള്ള അവസ്ഥയാണ്. പെട്ടെന്ന് ഫിലിസ് ഫോഗ് മിലിറ്ററി ഓഫീസറോട് നല്ല ചോദിച്ചു, നമുക്ക് ഇവിടെ അങ്ങ് രക്ഷിച്ചാലോ? മിലിറ്ററി ഓഫീസർ അപ്പം ശരിക്കും ഒന്ന് ഞെട്ടി. രക്ഷിക്കുന്ന കാര്യം ആലോചിച്ചിട്ടല്ല, ഫിലിസ് ഫോഗിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് മിലിറ്ററി ഓഫീസർ ചോദിച്ചു, താങ്കൾക്ക് അത്തരം ഹൃദയവികാരങ്ങളൊക്കെ ഉണ്ടോ? ഫിലിസ് ഫോഗ് പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഏതായാലും 12 മണിക്കൂർ നമുക്ക് എക്സ്ട്രാ ടൈമുണ്ട്. അങ്ങനെ സമയമുള്ളപ്പോൾ എനിക്ക് ഹൃദയവികാരങ്ങളുണ്ടാവും.